സംസാരിച്ചു. കുഞ്ഞുങ്ങളെ ചോദിച്ചു സംസാരം തിരിയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും എല്ലാവരെയും ചോദിച്ചു. സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള പയ്യനല്ല, എൻ്റെ അറിവിൽ അങ്ങനെയില്ല. ഞാനാണ് ഇവരെല്ലാം വളർത്തി വലുതാക്കിയത്, കെട്ടിച്ചു വിട്ടതല്ല. കുഞ്ഞുനാളിലെ വാപ്പായ ഉപേക്ഷിച്ച് പോയ ഞാൻ കിഴക്കേ റോഡിൽ വണ്ടി ഓടിച്ചൊക്കെ ഇവരെ വളർത്തിയത്. ഇപ്പോൾ 8 വർഷം കൊണ്ട് ഗൾഫിലാണ്. ഇപ്പോൾ ഞാൻ പോയി 2 ആഴ്ചയായി. അവൻ തന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കി. 2 പേരും ഉണ്ടായിരുന്നു. അഫാനും ഉണ്ടായിരുന്നു, അവസാനം ഉണ്ടായിരുന്നു. പിന്നെ വേറെ 2 സഹോദരിമാരെ മക്കളും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് പോകാനുള്ളത് ഒരു അറിവില്ല. ഒരു രാത്രി വരെ മെസ്സേജ് അയക്കാൻ എല്ലാം ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞു. ഇന്നലെ ഞാൻ ഇതുപോലെ വണ്ടി ഓടിച്ച് ഞാൻ അവിടെ വണ്ടി ഓടിച്ച് ഫേസ്ബുക്കിൽ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാൻ ഇത് കണ്ട് വീട്ടിൽ വിളിച്ചപ്പോൾ ആരും ഫോൺ എടുക്കും. എന്നെ വിളിച്ചത് തലേദിവസം രാത്രി മെസ്സേജ് അയച്ചു വാട്സപ്പിൽ. എന്താ പറഞ്ഞു? ഇല്ല, വലിയ പോയിട്ട് ജോലിയൊക്കെ റെഡി ആയാന്ന് ചോദിച്ചു. അതായത് മെനഞ്ഞാന്ന് രാത്രി ദിവസം രാത്രി മെസ്സേജ് അയച്ചു. ജോലിയൊക്കെ റെഡിയായ എൻ്റെ വണ്ടി അവിടെ കംപ്ലൈൻ്റ് ആയിട്ട് വർക്ക്ഷോപ്പിൽ കിടക്കിയിരുന്നു, വണ്ടി ഇറക്കിയാന്നൊക്കെ ചോദിച്ചു. അതൊക്കെ ചോദിച്ചു. അഫാൻ്റെ ഒരു പൊതു രീതി എന്ന് പറഞ്ഞാൽ ആൾ സൈലൻ്റാണ്. എല്ലാ നാട്ടുകാർക്കും ചോദിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചില്ലെങ്കിലും നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒന്നും പറയാൻ മനസ്സിലാവും. അത്ര നല്ല പയ്യനാണ്. ഈ ഷെമി ഇപ്പം കയറി കണ്ടിട്ട് എന്താ പറയാ? ഷെമിയുടെ അവസ്ഥ എങ്ങനെയാണ്? അവസ്ഥ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. തളർന്നവരിളകിയാണ്. തലയൊക്കെ സംസാരമൊന്നും ക്ലിയർ ആവേണ്ട. മൊത്തം ഒരുപാട് മുറിവാണ്. സംസാരം ക്ലിയർ ആവേണ്ട. മൊത്തം നീരടിച്ച്. സാമ്പത്തിക പ്രശ്നം വേറെ ഈ ചില്ലറ കടങ്ങളുള്ള അളിയനെ പിന്നെ അവിടെ വന്ന് കച്ചവടം നടത്തിയപ്പോൾ ഇത് ബുദ്ധിമുട്ടായി. അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളു. പിന്നെ ബാങ്കിൽ 1-2 ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ വേറെ പെൺകുട്ടികളൊന്നുമില്ല അവർക്ക്. അതിൽ അഫാൻ ഇടപെടേണ്ട ആവശ്യങ്ങളോ വല്ലതും വന്നിട്ടുണ്ടോ ഈ കടവുമായി ബന്ധപ്പെട്ട്? അഫാൻ ഇടപെടേണ്ടത് അറിയാൻ വയ്യ. അതിനെക്കുറിച്ച് അത്രയും അറിയാൻ വയ്യ. അങ്ങനെ ഇപ്പോൾ ബാളിയൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ അടുത്തല്ല, കുറച്ച് ദൂരെയാണ്. ഫോൺ വിളിക്കുകയുള്ളൂ, കാണാൻ പറ്റും. നിങ്ങൾ നിരന്തരം ബന്ധപ്പെടുക സൗകര്യം. എനിക്ക് എൻ്റെ കൂടെ പിറപ്പല്ലേ ഞാൻ. അപ്പോൾ എനിക്ക് ബന്ധപ്പെടാതിരിക്കാൻ പറ്റൂല. അവർക്ക് ഞാനേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതുപോലെ പൈസ പ്രശ്നങ്ങളുണ്ട്. പൈസയിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട്, എന്നെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ തന്നെ, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. സാമ്പത്തിക ബാധ്യത ഇത്രത്തോളം ഒരു ക്രൂരമായ കൃത്യത്തിലേക്ക് നടത്തി അതറിയാൻ വയ്യ. പിന്നെന്താ അവരുടെ ഒരു മറ്റു വരുമാനങ്ങൾ എങ്ങനെയാണ്? വരുമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി പൈസ തന്നെ. പിന്നെ അവൻ ചില്ലറ പണിക്കൊക്കെ പോകും, കാറ്ററിംഗ് സർവീസിന് പോകും, പിന്നെ വണ്ടി ഓടിക്കാൻ പോകും. അങ്ങനെയൊക്കെ തന്നെയാണ്. സഹോദരനായ കുഞ്ഞാണ്. ഷെമിയുടെ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസവും, അതായത് ഈ കൊലപാതകം നടന്ന ദിവസത്തിന് തൊട്ട് തലേന്നും അഫാൻ മെസ്സേജ് അയച്ചിരുന്നു, കാര്യങ്ങൾ സംസാരിച്ചിരുന്നു എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ബന്ധുവായിട്ടുള്ള അസ്വതി ചെയ്തിരുന്നു. ഷെമിയെ കണ്ടപ്പോൾ ആരോഗ്യസ്ഥിതി നല്ല മാറ്റമാണ്. അവൾ നമുക്ക് തിരിച്ചു വരും, അത് ഉറപ്പാണ്. ഞാൻ കണ്ടിട്ട് അവൾ സംസാരിക്കുന്നുണ്ട്, അനങ്ങുന്നുണ്ട്. എൻ്റെ കയ്യിൽ കയറി പിടിച്ചു, അവൾ പിടിച്ചു, തൃപ്പിട്ടിരുന്ന കൈകൊണ്ട് എന്നെ പിടിച്ചു, മാമാന്ന് വിളിച്ചു. അതെനിക്ക് മനസ്സിലായി. അനിയനെ ചോദിച്ചു, അതെനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ച് കമന്ന് ചെവി അവളെ വായി ഇങ്ങോട്ട് കൊടുത്തു. ആരെയാണ് ചോദിച്ചത്? ഇളയ മകനെയാണ്? ഇളയ മകനെയാണ് ചോദിച്ചത് എന്നോട്. വേറെ എന്തൊക്കെ പറഞ്ഞു? വേറെ ഒന്നും പറഞ്ഞില്ല. പറയാൻ ഞാൻ കൂടുതൽ അവിടെ നിൽക്കാനോ അല്ലെങ്കിൽ അവളെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് വന്നില്ല. കാരണം ഞാൻ ഡോക്ടർ പറയുന്ന മുമ്പ് ഞാൻ പുറത്തിറങ്ങിയാണ്. കാരണം ഞാനും അവളുമായിട്ട് ആ വീടുമായിട്ട് ഞാൻ വളരെ അവളെ മാമ എന്നതിൽ ആ വീടിനകത്ത് എനിക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. ഷമീർ എന്നോട് കുറേ കാര്യങ്ങൾ ഞാൻ പിന്നുമായിരുന്നു. അതൊക്കെ ഞാൻ ഇപ്പോൾ 1 വർഷം കൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് കൂടുതൽ അടുക്കാനോ പറ്റാതെ. അതിന് മുമ്പ് ഞാനാണ് എല്ലാ കാര്യങ്ങളും ഞാനായിരുന്നു. പിന്നെ അവളെ റഹീമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നാളായാലും കൊണ്ടുവിടുന്നതും ആ വണ്ടിയും കൂടി തിരിച്ചു വരുന്നതും
ഹോസ്വാഗൻ വിൻഡോ വണ്ടിയുണ്ട് അപ്പുറം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് ആ വണ്ടി ഞാൻ തന്നെ വണ്ടി എടുത്ത് എൻ്റെ സ്വന്തം ആവശ്യത്തിന് ഞാൻ തെലക്കൻ വീഴ്ച സാറിൻ്റെ ഡ്രൈവർ കൂടിയായിരുന്നു. സാറിൻ്റെ വണ്ടി കേടാകുമ്പോൾ ഞാൻ എവിടെ വണ്ടി എടുത്ത് മാവച്ചയ്ക്ക് വണ്ടി വേണം മാവച്ചെടുത്ത് എന്ന് പറയും സാർ ഞാൻ ഇത്രയെങ്കിലും ആഴ്ചയോറും ഞാൻ കൊണ്ടുവന്നില്ല സാറിനെ കൊണ്ടുവന്നു. ഞാൻ മലയാളം മിഷനിലെ ഡയറക്ടർ സുജാസു തോമസ് ഡ്രൈവറായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ ഈ വണ്ടി എടുത്തുകൊണ്ട് വരും. കാരണം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടി കേടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ എടുത്ത് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഈ കുടുംബത്ത് നടന്ന ഇപ്പം ഈ സംഭവങ്ങൾ ഈ കൊലപാതകങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. മകൻ്റെ സ്ഥിതിയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ലക്ഷ്മി ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. അതാണ് സംഭവം.